വയറ്റിൽ കുഞ്ഞുണ്ട് കിളി. മീനാക്ഷിയുടെ വാക്കുകൾ കിളിയെ ഒരു നിമിഷം പോലും പിടിച്ചു നിർത്തിയില്ല. അവളുടെ കണ്ണുകളിൽ ദേഷ്യം മാത്രമായിരുന്നു. നിന്റെ കുഞ്ഞോ? എങ്കിൽ അത് തന്നെ ആദ്യം മരിക്കണം. കാശിയുടെ ജീവിതത്തിൽ നീയും നിന്റെ ഈ അസത്തും ഭാരമാണ്. എന്റെ സ്വന്തം ചേച്ചിയെ കാശിക്ക് വേണ്ടി ഇല്ലാതാക്കാൻ പറ്റുമെങ്കിലേ എനിക്ക് നിന്നെ ഇല്ലാതാക്കാനാണോ പ്രയാസം എന്ന് പറഞ്ഞുകൊണ്ട് കിളി ദേഷ്യത്തോടെ അലറി. ഒരു ദയവുമില്ലാതെ കിളി മീനാക്ഷിയെ ശക്തിയായി കുളത്തിലേക്ക് തള്ളിയിട്ടു. ആ! ഒരു നിലവിളിയോടെ മീനാക്ഷി കുളത്തിലെ തണുത്ത വെള്ളത്തിലേക്ക് വീണു. അവളുടെ വയറ്റിൽ കഠിനമായ വേദന അനുഭവപ്പെട്ടു. കിളി അവള് ചെയ്ത ക്രൂരതയുടെ സന്തോഷത്തിൽ കുളത്തിന്റെ മുകളിൽ നിന്ന് മീനാക്ഷിയെ നോക്കി ചിരിച്ചു. അവളുടെ മുഖത്തെ പെടച്ചലും ജീവന് വേണ്ടിയുള്ള പോരാട്ടമൊക്കെ കാണുമ്പോൾ കിളിക്ക് ആനന്ദമായിരുന്നു. നീ ചാവ് മീനാക്ഷി, നിന്റെ കുഞ്ഞിനെ രക്ഷിക്കാനേ നിന്റെ കാശി വരില്ല. നിന്റെ കഥ ഇവിടെ അവസാനിക്കുന്നു, അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് അമ്പലം മുറ്റത്തെ ആ പഴയ കുളക്കരയിൽ നിന്ന് ഇവിടുത്തെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു വിളി ഉണർന്നത്. അത് നേരെ ദൂരെ മാറി നിന്ന ശരവണന്റെ കാതുകളിലേക്ക് മാത്രം പതിച്ചു. അത് തൻ്റെ പ്രണയമായ മൈഥിലിയുടെ ശബ്ദമാണെന്ന് അവന് തോന്നി. എന്നെ രക്ഷിക്ക് ശരവണ എന്ന ദീനവിലാപം പോലെ അവൻ്റെ ചെവിയിൽ അനുഭവപ്പെട്ടു. അവൻ്റെ കണ്ണുകളിൽ പരിഭ്രമം നിറഞ്ഞു. ശ്വാസം കിട്ടാത്ത പോലെ അവൻ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിയെത്തി. പക്ഷെ അവിടെ കണ്ട കാഴ്ച അവനെ ഞെട്ടിച്ചു. വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മീനാക്ഷി. അത് കണ്ടു നിന്ന് രസിക്കുന്ന കിളി. നീ എന്താ കാണിക്കുന്നത്? നീ എന്താ അവളെ ചെയ്തത്? നീ അവളെ വെള്ളത്തിൽ തള്ളിയിട്ടോ? ശരവണൻ അലറി. തൻ്റെ പ്രാണേശ്വരിയുടെ അനിയത്തിയായ കിളിയുടെ ഈ ഭീകര രൂപം അവൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരവണൻ മീനാക്ഷിയെ രക്ഷിക്കാനായി കുളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ കിളി അവനെ തടഞ്ഞു. അവൾ അവനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. മാറിക്കോ ശരവണ, ഇവൾ ഇവിടെ തീരണം. കിളി ഭ്രാന്തമായ ആവേശത്തോടു കൂടി അവനോട് പറഞ്ഞു. കിളി, നീ എന്താ പറയുന്നത്? ശരവണൻ അവളെ ശക്തിയായി തള്ളിമാറ്റി. ആ വീഴ്ചയിൽ കിളിക്ക് പരുക്കേറ്റു. പിന്നെ ശരവണൻ ഒട്ടും വൈകാതെ കുളത്തിലേക്ക് ചാടി മുങ്ങിത്താഴുന്ന മീനാക്ഷിയെ കരക്കെത്തിച്ചു. മീനാക്ഷിക്ക് ബോധമില്ലായിരുന്നു. അവളുടെ ഉദരത്തിൽ കാശിയുടെ കുഞ്ഞ് വളരുന്നുണ്ടെന്ന സത്യം ശരവണൻ അറിയായിരുന്നു. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം അവനെ വല്ലാതെ അലട്ടി. ഇതേസമയം വീട്ടിൽ മീനാക്ഷി എഴുതി വെച്ച കത്ത് കാശിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ കിളിയോടൊപ്പം അമ്പലത്തിലേക്ക് പോവുക എന്ന് അവൾ എഴുതിയില്ലേ, അത് വായിച്ചതും അവന് സംശയം തോന്നി. ഞാൻ വരുമല്ലോ, പിന്നെ എന്തിനാ കിളി അവളെയും കൂട്ടി പോയത്? കിളിയോട് അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ. അവൻ നേരെ അമ്പലം മുറ്റത്തേക്ക് ഓടിയെത്തി. കാശി വരുന്നത് ദൂരെ നിന്ന് കണ്ട കിളി പെട്ടെന്ന് തന്നെ അവളുടെ ഭാവം മാറ്റി. മീനാക്ഷി ബോധം കെട്ട് കിടക്കുകയാണല്ലോ. ഒരു ഇരയെ പോലെ അവൾ നിലവിളിക്കാൻ തുടങ്ങി. കാശി അടുത്ത് വന്നതും അവൾ പറഞ്ഞു, കാശി മാമ, നോക്ക്, ശരവണൻ മൈഥിലിയോടുള്ള പക തീർക്കാൻ അവൻ മീനാക്ഷി ഉപദ്രവിക്കാൻ നോക്കി. എന്നെയും അവൻ തള്ളിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പൊട്ടിക്കരയാൻ തുടങ്ങി. ഇത് കേട്ടതും കാശിയുടെ ഉള്ളൊന്ന് പിഴഞ്ഞു. ഇത്രയും കാലം കൂടെയുണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാരൻ മൈഥിലിയുടെ മരണത്തിന് ശേഷം തന്നോട് അകന്നുവെങ്കിലും അവൻ ഇത്ര ക്രൂരത കാണിക്കുമെന്ന് കരുതിയില്ല. അതും തൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന മീനാക്ഷിയോട്. അവന് സങ്കടവും ദേഷ്യവും എരച്ചു കയറി. അവൻ ശരവണന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് എഴുന്നേൽപ്പിച്ചു. നീ ഇത്രയും മതം പതിച്ചോ ശരവണ? കാശി അലറി. കാശി, നീ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. കിളിയാണ് ഇതിന്റെ പിന്നില്, ഞാനല്ല. ശരവണൻ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ചു. പക്ഷെ കാശി ഒന്നും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഇവർ തമ്മിൽ അടിപിടി കൂടുന്ന സമയം നോക്കി സമനില തെറ്റിയ കിളി ആരും കാണാതെ മീനാക്ഷിയുടെ അടുത്തേക്ക് നീങ്ങി. മീനാക്ഷിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ അവൾ ആയുധം ഓങ്ങി. കിളിയുടെ കണ്ണുകളിൽ അപ്പോൾ ഒരു മനുഷ്യ സ്ത്രീയുടെ ഭാവമേ ഉണ്ടായിരുന്നില്ല. പ്രതികാരം മാത്രമായിരുന്നു. ഒരു തരം സൈക്കോ തരം. ഒരു കൊലയാളിയുടെ ക്രൂരതയോടെ കിളി കത്തി ഓങ്ങി. അത് കണ്ട് കാശി നടുങ്ങിപ്പോയി. തൻ്റെ മുമ്പിൽ പാവമായി അഭിനയിച്ചിരുന്ന കിളിയുടെ ഈ ഭീകരരൂപം അവൻ കണ്ട് ആകെ സ്തംഭിച്ചു നിന്നുപോയി എന്ന് വേണമെങ്കിൽ പറയാം. ശരവണൻ ഒട്ടും വൈകാതെ മുന്നോട്ടാഞ്ഞു കിളിയുടെ കയ്യിലുണ്ടായിരുന്ന കത്തി തട്ടി മാറ്റാൻ ശ്രമിച്ചു. ആ തക്കത്തിന് കാശി മീനാക്ഷിയുടെ അടുത്തേക്ക് ഓടിയെത്തി അവളെ ചേർത്തു പിടിച്ചു. എന്ന് വിറയ്ക്കുന്ന മീനാക്ഷി കരഞ്ഞുകൊണ്ട് കാശിയോട് ആ സത്യം വിളിച്ചു പറഞ്ഞു. കാശി,
മൈഥിലിയെ കൊന്നത് മറ്റാരുമല്ല, ഈ കിളി തന്നെയാണ്. നിന്നെ സ്വന്താക്കാൻ വേണ്ടിയിട്ടാ അവൾ സ്വന്തം ചേച്ചിയെ ചതിച്ചത്. ശരവണൻ എന്നെ രക്ഷിക്കുക ചെയ്തത്. അന്ന് അമ്പലത്തിൽ വെച്ച് മൈഥിലി ചേച്ചി ഒറ്റയ്ക്ക് നിന്നപ്പോൾ മറന്നു നിന്ന കിളി ചേച്ചിയെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു. എന്നിട്ട് ആരും കാണാതെ വലിയൊരു കല്ലെടുത്ത് ചേച്ചിയുടെ തലയ്ക്കെറിഞ്ഞു. അവൾ കൊലപ്പെടുത്തി. ഇപ്പോൾ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഇല്ലാതാക്കാൻ നോക്കുകയായിരുന്നു ഇവള്. ബോധം വന്നതും മീനാക്ഷി നടന്നതെല്ലാം വിളിച്ചു പറഞ്ഞു. മീനാക്ഷി പറഞ്ഞതെല്ലാം കേട്ട കാശി ആദ്യം നോക്കിയത് ശരവണനെയാണ്. ശരവണൻ തറച്ചു നിന്നുപോയിരുന്നു. തൻ്റെ ജീവനായിരുന്ന അവളുടെ മരണത്തിൻ്റെ കാരണം എന്തെന്ന് അവനിപ്പോൾ മുഴുവനായും ബോധ്യമായി. വിധിയല്ല അവളെ തട്ടിയെടുത്തത്, ഇവളുടെ സ്വാർത്ഥതയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ അവന് സ്വബോധം നഷ്ടപ്പെട്ടു. എൻ്റെ മൈഥിലിയെ കൊന്നത് നീയാണല്ലോടി! ശരവണൻ അലറിക്കൊണ്ട് കിളിയുടെ നേർക്ക് പാഞ്ഞു. അവളെ ഇല്ലാതാക്കാനുള്ള ദേഷ്യത്തിൽ അവൻ അവളുടെ കഴുത്തിന് നേരെ കൈനീട്ടി. എന്നാൽ കാശി വേഗം വന്ന് ശരവണനെ പിടിച്ചു മാറ്റി. എന്നാൽ കാശിയുടെ കയ്യിൽ ശരവണൻ അടങ്ങി നിന്നില്ല. എനിക്ക് ഇവളെ കൊല്ലണം കാശി, എൻ്റെ മൈഥിലിയെ, അവൻ പറഞ്ഞു. വേണ്ട ശരവണ, ഇവൾക്ക് നിയമം ശിക്ഷ നൽകട്ടെ. നീ നിന്റെ കയ്യിൽ ചോര പുരട്ടരുത്. മൈഥിലിയുടെ ആത്മാവ് അതൊരിക്കലും ആഗ്രഹിക്കില്ല. കാശി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. അവൻ നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോഴേക്കും നാട്ടുകാരെല്ലാം ചുറ്റും കൂടിക്കഴിഞ്ഞിരുന്നു. വിവരമറിഞ്ഞ പോലീസും സ്ഥലത്തെത്തി. ഇവിടെയുണ്ടായിരുന്ന ലച്ചു പാർട്ടിക്ക് ഇതൊന്നും വിശ്വസിക്കാനായില്ല. ഇത്രകാലം കൂടെ കൂട്ടിയത്, സ്വന്തമെന്ന് കരുതിയത് ഒരു കൊലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞതും അവരാകെ സ്തംഭിച്ചു പോയിരുന്നു. ശരവണൻ ഒരു അക്ഷരം പോലും മിണ്ടാനാവാതെ തളർന്നിരുന്നു. മനസ്സിൽ കിളിയോട് പ്രതികാരം ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമം മാത്രമായിരുന്നു. പോലീസ് കിളിയെ ബലമായി പിടിച്ച് ജീപ്പിലേക്ക് കയറ്റി. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യുമ്പോഴും ജീപ്പിൽ കയറുമ്പോഴും എല്ലാം കിളിയുടെ കണ്ണുകളിൽ കുറ്റബോധമായിരുന്നില്ല, ഭ്രാന്തമായ ഒരു വാശിയായിരുന്നു. അവൾ കാശിയെ നോക്കി അലറി വിളിച്ചു, നീ എൻ്റേതാണ് എന്ന്. അവൻ അതിശയത്തോടുകൂടി കിളിയുടെ ആ ഭാവം നോക്കി നിന്നു. പോലീസ് ജീപ്പ് അകന്നു പോകുമ്പോൾ കാശി മീനാക്ഷിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവരുടെ കുഞ്ഞിനും മീനാക്ഷിക്കും ആപത്തൊന്നുമില്ലെന്ന് ഉറപ്പായതും കാശിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇരുളടഞ്ഞ ആ അധ്യായം അങ്ങനെ അവസാനിക്കുന്നു. കാശിയുടെ മനസ്സിൽ ഇപ്പോൾ കുറ്റബോധത്തിൻ്റെ ഒരു വലിയ ഭാരം തന്നെ ഒഴിഞ്ഞുപോയ അനുഭവമായിരുന്നു. കാശി ഇനി ജീവിക്കും സന്തോഷത്തോടുകൂടി അവൻ്റെ കുഞ്ഞിനും മീനാക്ഷിക്കും ഒപ്പം. എന്നാൽ ശരവണൻ, അവൻ ഇപ്പോഴും വേദനയിൽ തന്നെയാണ്. ജീവിതത്തിലും പുതിയ ഒരു വെളിച്ചവുമായി കാശിയുടെ ജീവിതത്തിൽ വന്ന പോലെ ഒരാൾ വരുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഈ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.